ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വന്നിരിക്കുന്നത് ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ട, അതായത് RRB ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന വിവരങ്ങളൊക്കെ അറിയാം. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് ഈ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെയുള്ള കുറേയധികം സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആ സംശയങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഏതാണ്ട് ഏറെക്കുറെ തീർക്കുന്നതായിരിക്കും. മാത്രമല്ല, ഈ ഫിസിക്കൽ എഫിഷ്യൻസിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വീഡിയോയുടെ കണ്ടന്റിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, അതായത് ഗവൺമെൻറ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതിന് നോട്ടീസ് ഓൾറെഡി വന്നതാണ്. 12-ാം തീയതി ആയിരുന്നു, അതായത് 28/12/2024 ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് കഴിഞ്ഞ വർഷം തന്നെ ഈ നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്കറിയാമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തത് 22/1/2025 ഇനിയും ഇതിനെ അപേക്ഷിക്കുവാൻ പറ്റുന്നത് നമുക്ക് 23-ാം തീയതി, അതായത് ഈ മാസം 23-ാം തീയതി മുതൽ അടുത്ത മാസം ഫെബ്രുവരി മാസം 22-ാം തീയതി വരെയാണ് ഈ ഒരു റെയിൽവേ ഗ്രൂപ്പ് ഡിയിലെ വ്യത്യസ്ത തസ്തികകളിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതിൻ്റെ കാര്യം. ഇനിയും ഇത് കൂടാതെ റെയിൽവേ മറ്റൊരു ഡേറ്റ് കൂടി നമുക്കറിയാം. കുറേ നാളായിട്ട് RRBയുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷനുകളിലൊക്കെ കാണുന്നൊരു കാര്യമുണ്ട്. നമ്മൾ അപേക്ഷിച്ച എന്തെങ്കിലും അതിൽ മാറ്റമുണ്ടെങ്കിൽ വരുത്താനുള്ള അവസരമുണ്ട്. അത് എല്ലാമൊന്നുമില്ല, നമുക്ക് സോണുകളും ഒന്നും വെച്ചൊന്നും നമുക്ക് മാറ്റാൻ അന്നൊന്നും പറ്റിയിരുന്നില്ല. ഇപ്പോഴും അത് തന്നെ ആവാനായിരിക്കും സാധ്യത. സോ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുവാനുള്ള ഒരു അവസരം കൂടി റെയിൽവേ തന്നിട്ടുണ്ട്. അത് 25/2/2025 മുതൽ 6/3/2025 വരെയാണ്. ഇതിന് എഡിറ്റ് ചെയ്യുന്നതിനും മാറ്റങ്ങൾ വരുന്നതിനൊക്കെ ചിലവ് കൂടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എല്ലാം കൃത്യമായി ആലോചിച്ചങ്ങ് ചെയ്തേക്കുക. ഇനിയും ഡീറ്റെയിൽസ് ഓഫ് വേക്കൻസീസ് എന്തൊക്കെയാണ് നമ്മുടെ ഈ വേക്കൻസികൾ എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതിന് മൊത്തം എത്ര വേക്കൻസികളുണ്ട്. ഓൾ ഓവർ ഇന്ത്യ ഏതാണ്ട് 32,438 വേക്കൻസികളാണ് ഉള്ളതായിട്ട് പറയുന്നത്. നിലവിൽ ഈ നോട്ടിഫിക്കേഷനിൽ മാത്രം അപേക്ഷിക്കുവാനുള്ള പ്രായം എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. അത് എല്ലാ വർഷവും ഇനിയും ലഭിക്കില്ല. ഇത് കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇളവ് ലഭിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് അതിൽ നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ നോർമൽ ഏജ് ആയിട്ടുള്ള 33-ലേക്കായിരിക്കും ഈ ഒരു ഏജ് വരുന്നത്. ഈ 36 എന്ന് പറയുന്നത് ജനറൽ കമ്മ്യൂണിറ്റിയുടെ ഏജാണ്. ആനുപാതികമായിട്ട് ബാക്കി കമ്മ്യൂണിറ്റി, റിസർവേഷൻ ഉള്ള കമ്മ്യൂണിറ്റിക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതുമായിരിക്കും. അതായത് 36 വയസ്സുള്ള OBC-കാരന് 3 വർഷവും SC/ST വിഭാഗത്തിലുള്ളവർക്ക് 5 വർഷവും ഇളവ് ലഭിക്കുന്നതായിരിക്കുമെന്നാണ് നമുക്ക് ആസ് പെർ ദ റൂൾ നമുക്കറിയാവുന്നത്. ഇനിയും ഇതിൻ്റെ ഇനീഷ്യൽ പേ എന്ന് പറയുന്നത് 18,000 രൂപയാണ് ഇതിൻ്റെ ഇനീഷ്യൽ പേ എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ഗവൺമെൻറ് ജോലി ആയതുകൊണ്ട് തന്നെ ഇതിന് ധാരാളം അലവൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കയറി കഴിഞ്ഞാൽ റെയിൽവേ ആയതുകൊണ്ട് തന്നെ ഗ്രോത്തും സാലറിയൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു പേയെ ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, ഒരിക്കലും അപേക്ഷിക്കാതിരിക്കുകയും ചെയ്യരുത്. ഇനിയും പോസ്റ്റുകളാണ്. അതിൻ്റെ നോർമൽ ഏജ് ലിമിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. സാധാരണഗതിയിൽ 18 മുതൽ 33 വയസ്സ് വരെയാണ്. എന്നാൽ ഇപ്പോൾ മാത്രം നമുക്ക് 36 വയസ്സ് വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. കാരണം കോവിഡ് കാരണമാണ് ഈ നോട്ടിഫിക്കേഷനൊക്കെ വൈകിയത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു റീസണായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് പോകുന്നത്. ഇത് നിങ്ങളൊരു കേട്ടിരിക്കുക. അത് മറ്റൊന്നുമല്ല, മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ വളരെ നിർബന്ധമായിട്ട് പാലിക്കേണ്ട ഒരു തസ്തികകളാണ് ഇതിനകത്ത് വ്യത്യസ്തങ്ങളായിട്ട് ഗ്രൂപ്പ് ഡിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ലെവലും നമുക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഓരോരോ മെഡിക്കൽ സ്റ്റാൻഡേർഡുകളാണ്. ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ തസ്തികകളുടെ നേർക്ക് തന്നെ റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓരോ പോസ്റ്റിനും ഏതൊക്കെ മെഡിക്കൽ സ്റ്റാൻഡേർഡാണ്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. എങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരിക്കുക. അതിൽ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡാണ് A2 എന്ന് പറഞ്ഞാൽ. ഇവിടെ ഡിസ്റ്റൻസ് വിഷൻ എന്ന് പറഞ്ഞാൽ കണ്ണാടി ഇല്ലാതെ നമുക്ക് 6/9 എന്ന് പറയുന്നത് 2 കണ്ണിനും ഉണ്ടായിരിക്കണം. ഇനി നിയർ വിഷൻ എന്ന് പറഞ്ഞാൽ 0.6 2 കണ്ണിനും കണ്ണാടി ഇല്ലാതെ അല്ലെങ്കിൽ ഗ്ലാസുകൾ ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇനി ഇത് കൂടാതെ ഇതിനകത്ത് കളർ വിഷൻ ഉണ്ടായിരിക്കും, ബൈനാക്കുലർ വിഷൻ ഉണ്ടായിരിക്കും, നൈറ്റ് വിഷൻ ഉണ്ടായിരിക്കും, മെസോപ്പിക് വിഷൻ ഉണ്ടായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള എക്സാമിനേഷൻ അല്ലെങ്കിൽ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കണം. ഇതൊക്കെ പാസ്സായെങ്കിൽ മാത്രമേ A2 ലെവൽ ഓഫ് കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് യോഗ്യത നേടാനാവുകയുള്ളൂ.
രണ്ടാമതായിട്ട് അടുത്ത യോഗ്യതയാണ് A3 എന്ന് പറയുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് വിഷൻ 6/9 തന്നെയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്ലാസ് വെച്ചോ ഗ്ലാസ് വെക്കാതെയോ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചശക്തി ഉണ്ടായാൽ മതി. പക്ഷേ നിങ്ങൾ വെച്ചിരിക്കുന്ന ഗ്ലാസിൻ്റെ പവർ 2Dക്ക് മുകളിലാകാൻ പാടില്ല. 2Dക്ക് താഴെയുള്ള കണ്ണാടി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വിഷൻ കിട്ടിയാൽ മതി. ഇനിയും നിയർ വിഷൻ എന്ന് പറയുന്നത് 0.6 0.6 തന്നെയാണ്. ഇവിടെയും എന്താണ്, ഗ്ലാസ് അനുവദനീയമാണ്, അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചുകൊണ്ട് മതി എന്നുള്ളതാണ്. ഇനി നമുക്ക് മുമ്പേ പറഞ്ഞ അതേ ടെസ്റ്റുകളൊക്കെ, അതായത് വിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബൈനാക്കുലർ, കളർ, മറ്റു വിഷനുകളുടെ എല്ലാം ടെസ്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ ബാധകമായിട്ടുണ്ടായിരിക്കും. ഇനിയുള്ളത് B1 എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇവിടെ എല്ലാം വളരെ കൃത്യമായിട്ട് പറയുന്നത് നിങ്ങളുടെ ശാരീരിക ക്ഷമത കംപ്ലീറ്റ്ലി പൂർണ്ണമായിരിക്കണമെന്ന് എല്ലാ പോസ്റ്റുകളിലും ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ഓരോന്നിലായിട്ട്. ഇതിൽ B1ലേക്കാണ് പോകുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് വിഷൻ 6/9 6/12 വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ് ഇവിടുത്തെ യോഗ്യത അല്ലെങ്കിൽ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന കണ്ണാടിയുടെ പവർ എന്ന് പറയുന്നത് 4D വരെ ഇവിടെ കൂടുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും നിയർ വിഷൻ 0.6 തന്നെ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് എന്ന് പറയുന്ന ക്രൈറ്റീരിയയിലേക്ക് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ബാക്കി കണ്ണുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളും ഇവിടെ വളരെ മസ്റ്റായിട്ട് പാസ്സായിരിക്കണം എന്നൊരു ക്രൈറ്റീരിയ കൂടിയുണ്ട്. അടുത്തത് B2 കാറ്റഗറിയാണ്. ഇവിടെയും ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ മസ്റ്റായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ഡിസ്റ്റൻസ് വിഷൻ എന്ന് പറഞ്ഞാൽ 6/9 6/12 എന്ന് പറയുന്ന ക്രൈറ്റീരിയയിലാണ്. ഇവിടെ പവർ ഓഫ് ദ ലെൻസ് 4Dയിൽ തന്നെ ആയിരിക്കണം. അതായത് കണ്ണാടി വെച്ചുകൊണ്ടും ഈ ഒരു ക്രൈറ്റീരിയയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഡിസ്റ്റൻസ് വിഷൻ എന്ന് പറഞ്ഞാൽ 6/9 6/12 ആണ്. എന്നാൽ നിയർ വിഷൻ എന്ന് പറഞ്ഞാൽ 0.6 തന്നെയാണ്. അതും കണ്ണാടി വെച്ചോ കണ്ണട വെച്ചോ ആയിരിക്കണം. ഇവിടെ ബൈനോക്കുലർ വിഷൻ മാത്രമാണ് ഇവിടെ എടുത്തു പറയുന്നത്. മറ്റ് വിഷനുകൾ കളറിനെ പറ്റി ഒന്നും പറയുന്നില്ല, ചിലപ്പോൾ ഉണ്ടാകാം. അടുത്തത് C1 എന്ന് പറയുന്ന കാറ്റഗറിയാണ്. C1 കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് വിഷൻ 6/12 6/18 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറുന്നു. ഇവിടെ വിത്തൗട്ട് ഗ്ലാസ് ആണ് ഈ വിഷൻ വേണ്ടത്. അതായത് വിഷൻ വളരെ കുറവാണ്, പക്ഷേ ഇവിടെ ഗ്ലാസ് ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ സ്പെക്സ് വെക്കാതെ തന്നെ ഈ ഒരു വിഷൻ നിങ്ങൾ നേടിയിരിക്കണം. കണ്ണാടി വെച്ച് ഈ വിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ഒക്കില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിയർ വിഷൻ 0.6 ആണ്. ഇത് പക്ഷേ നിങ്ങൾക്ക് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആവാം. അതായത് റീഡ് ചെയ്യുമ്പോൾ ഗ്ലാസ് വെച്ചോ ഗ്ലാസ് വെക്കാതെയോ നിയർ വിഷനിൽ ഓക്കെയാണ്. പക്ഷേ ഡിസ്റ്റൻസ് വിഷനിൽ നിങ്ങൾക്ക് എന്തുണ്ടാവണം, 6/12 അല്ലെങ്കിൽ 6/18 എന്ന് പറയുന്ന ഒരു കണ്ണിനെങ്കിലും നിങ്ങൾ 6/12 6/18 ഇങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ക്രൈറ്റീരിയ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്റ്റൻസ് വിഷനിൽ നമുക്ക് കണ്ണട ഉപയോഗിക്കാൻ ഒക്കില്ല. അടുത്തതായിട്ട് C2 കാറ്റഗറിയാണ്. C2 കാറ്റഗറിയിൽ ഡിസ്റ്റൻസ് വിഷൻ 6-12 ആണ് പറയുന്നത്. വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഡിസ്റ്റൻസ് വിഷൻ വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് ആണ്. ഈ നിയർ വിഷൻ ആണെങ്കിൽ 0.6 കമ്പൈൻഡ് വിത്ത് ഓർ വിത്തൗട്ട് ഗ്ലാസ് വെയർ റീഡിങ് യുവർ ക്ലോസ് വർക്ക് ഈസ് റിക്വയർഡ്. അതായത് ആ അടുത്തിരുന്ന് വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കണ്ണാടി വെച്ചോ കണ്ണാടി വെക്കാതെയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ബാക്കി ടെസ്റ്റുകളൊന്നും ഉള്ളതായിട്ട്, അതായത് കാഴ്ചയുമായി ബന്ധപ്പെട്ട ബാക്കി ടെസ്റ്റുകളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല. അതായത് ബൈനാക്കുലർ വിഷനോ കളർ വിഷനോ ഒന്നും നമുക്കിവിടെ പറയുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ്. ഇനി നമുക്ക് തസ്തികകൾ നോക്കാം. ഇവിടെയാണ് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാകുന്നത്. കണ്ടല്ലോ, നമുക്ക് ഓരോ തസ്തികകളും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ സബ് ഡിപ്പാർട്ട്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നു ഉറപ്പ് വരുത്തി മാത്രമേ നിങ്ങൾ പ്രിഫറൻസ് വെക്കാവൂ. നിങ്ങൾ പ്രിഫറൻസ് വെക്കുമ്പോൾ മാറിപ്പോയാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കിട്ടാനുള്ള അവസരം, ജോലി കിട്ടാനുള്ള അവസരം അതിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് ആദ്യം തന്നെ ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞു തന്നത്. ആദ്യത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് ആണ്. S&T എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ്. ഡിപ്പാർട്ട്മെൻറ്റ് S&D ആണ്. ഇതിനകത്ത് തന്നെ സബ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിനകത്ത് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ C1 ആണ്. സിഗ്നലിലേക്ക് B1 വേണം. മനസ്സിലായില്ലേ? സിഗ്നൽ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ B1 വേണം. വർക്ക്ഷോപ്പിലേക്ക് പോകുമ്പോൾ C1 വേണം. ഈ ഇത്രയും ക്രൈറ്റീരിയകൾ നമ്മളിവിടെ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റ് ചൂസ് ചെയ്ത് അതിനകത്ത് S&D ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങളുടെ കണ്ണുകൾക്ക് B1 കാറ്റഗറിയിലുള്ള
ഹെൽത്ത് സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നെങ്കിൽ മാത്രമേ അത് അപേക്ഷിക്കാൻ കാര്യമുള്ളൂ. ഇനി നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് വെച്ച് നിങ്ങളുടെ ബാക്കി എല്ലാ ക്ലിയറൻസും പോയി കഴിയുമ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് പിന്നിലായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മറ്റൊരു ജോലി കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ തള്ളപ്പെടുന്നത്. അതുകൊണ്ട് പ്രിഫറൻസ് വെക്കുമ്പോൾ നമ്മളെപ്പോഴും അത് മനസ്സിലാക്കി വേണം വെക്കാൻ. ഇനി അങ്ങോട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും അത് മനസ്സിലാക്കി നിങ്ങളുടെ റാഷണൽ ക്യാരക്ടർ ഉപയോഗിച്ച് വേണം നിങ്ങൾ പോസ്റ്റിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചാടിക്കേറി അപ്ലൈ ചെയ്യാതെ ആലോചിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ചെയ്യാനുള്ളത്. ഇനി അടുത്തത് അസിസ്റ്റൻ്റ് വർക്ക്ഷോപ്പുകളിലേക്കാണ്. ഇത് മെക്കാനിക്കൽ വിങ്ങിലേക്കാണ്. ഇവിടെ വർക്ക്ഷോപ്പ് വിങ്ങിലേക്ക് C1 കാറ്റഗറിയാണ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് വിളിക്കുന്നത്. ഇനി അസിസ്റ്റൻ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിക്കുന്നത് ഇവിടെ B1 കാറ്റഗറിയായിട്ട് മാറുന്നത്. ഇത് എഞ്ചിനീയറിംഗ് വിങ്ങിലേക്കാണ്. അസിസ്റ്റൻ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് വിങ്ങിലേക്കാണ്. അവിടുത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B1 കാറ്റഗറിയാണ്. ഇനി അസിസ്റ്റൻ്റ് ലോക്കോ ഷെഡ് എന്ന് പറയുന്നത് മെക്കാനിക്കലാണ്. ഡീസൽ ഷെഡിൽ B1 കാറ്റഗറി ഉണ്ടായിരിക്കണം. ഇനി അസിസ്റ്റൻ്റ് ക്യാരേജ് ആൻഡ് വാഗൺ എന്ന് പറയുന്നതിൽ B1 കാറ്റഗറി ഉണ്ടായിരിക്കണം. അടുത്തത് അസിസ്റ്റൻ്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടെയും B1 ഉണ്ടായിരിക്കണം. ഇനിയും ഇലക്ട്രിക്കൽ ഷെഡുമായിട്ട് ബന്ധപ്പെട്ട ഈ 2 കാറ്റഗറിയിലും B1 ഉണ്ടായിരിക്കണം. ഇനി അസിസ്റ്റൻ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് B1 ഉണ്ടായിരിക്കണം. പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് C1 ഉണ്ടായിരിക്കണം. വർക്ക്ഷോപ്പിലേക്കും C1 ഉണ്ടായിരിക്കണം. അസിസ്റ്റൻ്റ് വേ എഞ്ചിനീയറിംഗ് P&W എന്ന് പറയുന്ന വിങ്ങിലേക്കും നിങ്ങൾക്ക് B1 കാറ്റഗറിയിലുള്ള വിഷൻ അല്ലെങ്കിൽ കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. അപ്പം ഈ ഒരു ക്രൈറ്റീരിയ നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്കിതിലേക്ക് അപേക്ഷിക്കുമ്പോൾ പ്രിഫറൻസ് വെക്കാവൂ എന്നുള്ളതാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അടുത്ത തസ്തികകളാണ്. അടുത്തത് അസിസ്റ്റൻ്റാണ്. അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വിങ്ങിലേക്കാണ്. ജനറൽ സർവീസിലാണ്. ഇവിടെ നമുക്ക് C1 മാത്രം മതിയാവും നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഇവിടുത്തെ യോഗ്യത എന്ന് പറഞ്ഞാൽ 10th പാസ് ഓർ ITI, അതായത് 10th പാസ്സായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ IT ഉണ്ടായിരിക്കണം. ഓറാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് അസിസ്റ്റൻ്റ് TL ആൻഡ് AC എന്ന് പറയുന്നതാണ്. ഇത് ഇലക്ട്രിക്കൽ വിങ്ങിലേക്കാണ്. ഇവിടെ ജനറൽ സർവീസസിലേക്ക് B1 കാറ്റഗറിയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇനി പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് C1 കാറ്റഗറി, അതായത് C1 ഹെൽത്ത് സ്റ്റാൻഡേർഡ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഇനി അസിസ്റ്റൻ്റ് ട്രക്ക് മെഷീൻ എന്ന് പറയുന്ന വിങ്ങിലേക്ക് നിങ്ങൾക്ക് ട്രക്ക് മെഷീനിലേക്ക് A3യും TRDയിലേക്ക് B1ഉമാണ് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത്. ഇനി പോയിന്റ് മാൻ ട്രാഫിക്കിലേക്ക് വരുമ്പോൾ ട്രാഫിക് A2 കാറ്റഗറിയിൽ നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം. ഇനിയും P&W ട്രാക്ക്മാൻ ട്രെയിനർ എഞ്ചിനീയറിംഗ് വിങ്ങിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് B1 കാറ്റഗറിയിലും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തതായിട്ട് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്കാണ് പോകുന്നത്. റിക്രൂട്ട്മെൻറ്റ് ആസ് യൂഷ്വൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ആദ്യം തന്നെ CBT എക്സാം ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് ശേഷം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് PT ഉണ്ടാവും. അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കണം. ഇത്രയും ഘട്ടങ്ങൾ കടന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ജോലി, റെയിൽവേയിൽ ഈ ഒരു ജോലി നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുകയുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇനിയും ബാക്കി ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം 90 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാമിനേഷന് വേണ്ടി നടത്തുന്നത്. പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടായിരിക്കും എക്സാമിനേഷൻ നടത്തുന്നത്. പേപ്പറുമായിട്ട് യാതൊരു ബന്ധമില്ല. പ്യൂർലി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും. ഇനിയും ഇതിനകത്ത് എന്തൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത്? ജനറൽ സയൻസ് 25 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും വരിക. മാത്തമാറ്റിക്സിൽ നിന്ന് 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 30 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവും. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് 20 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടായിരിക്കും. അങ്ങനെ മൊത്തം 100 മാർക്കിനാണ് ഇവിടെ ചോദ്യം ഉണ്ടായിരിക്കുക. ഈ 100 മാർക്കിലായിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് മാർക്കും നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റും ഒക്കെ സാധ്യമാകും. ഇതിന് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾ നേടിയാൽ നിങ്ങളുടെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് മെയിലിനും ഫീമെയിലിനും 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നടത്തുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ അത് തന്നെയാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് മെയിൽ കാൻഡിഡേറ്റിൻ്റെയാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ മെയിൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ 35 കിലോ വെയിറ്റ് എടുത്തുകൊണ്ട് 100 മീറ്റർ ദൂരം 2 മിനിറ്റ് കൊണ്ട് നിൽക്കാതെയും ഈ വെയിറ്റ് താഴെ വെക്കാതെയും നടന്നെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആദ്യത്തെ
ടാസ്ക്കാണ്. രണ്ടാമതായിട്ട് ഷുഡ് ബി ഏബിൾ ടു റൺ ഫോർ ഡിസ്റ്റൻസ് ഓഫ് 1000 മീറ്റേഴ്സ്. അതായത് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 മീറ്റർ നമ്മൾ 4 മിനിറ്റ് 15 സെക്കൻഡ് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഓടി എത്തിയിരിക്കണം എന്നുള്ളത് മെയിൽ, അതായത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയാണ്. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്, സ്ത്രീകളുടേതാണ്. ഇവിടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഭാരം കുറച്ചിട്ടുണ്ട്. 20 കിലോ വെയിറ്റ് മാത്രം മതിയാവും. അതും 100 മീറ്റർ തന്നെയാണ്. 2 മിനിറ്റ് കൊണ്ട് അവർ 20 കിലോ ഭാരം കൊണ്ട് നടന്നെത്തിയാൽ മതിയാവും. ആണുങ്ങൾക്ക് 30ഉം സ്ത്രീകൾക്ക് 20ഉമാണ് ഇവിടുത്തെ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഇനി ഇവർക്ക് റണ്ണിങ് ഉണ്ട്. റണ്ണിങ്ങിൽ ദൂരം നേരത്തെ പറഞ്ഞ 1000 മീറ്റർ തന്നെയാണ്, പക്ഷേ സമയം കുറച്ച് കൂടുതലാണ്. 5 മിനിറ്റ് 40 സെക്കൻഡ് കൊണ്ട് അവർ ഈ ഒരു ലക്ഷ്യം നേടിയെടുത്താൽ മതി. അതായത് 1 മിനിറ്റിൽ കൂടുതൽ അവർക്ക് സമയം അധികമായി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഫിസിക്കൽ എഫിഷ്യൻസിയിലെ പ്രധാനപ്പെട്ട കാര്യം. ഇനി എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഫീസാണ്. ശരിക്കും ഇതിന് എക്സാമിനേഷൻ ഫീസ് 100 രൂപ മാത്രമേ ഉള്ളൂ. ഫീസിന് ഇളവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഫീസ് ഇളവുള്ളവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും സൗജന്യമാണ്. അതായത് പക്ഷേ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 500 രൂപ ഫീസ് അടയ്ക്കണം. എന്നാൽ നിങ്ങൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 400 രൂപ റീഫണ്ടായിട്ട് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നുകൂടി പറയുകയാണ്, ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് 400 രൂപ റീഫണ്ട് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ ഒന്നും തന്നെ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയില്ല. മുഴുവൻ 500 രൂപയും നിങ്ങൾക്ക് നഷ്ടമാകും. ഇനിയും ഫീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അതായത് PWD, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്, ബിലോ SC/ST, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ്, അങ്ങനെയൊക്കെയുള്ള പല കാറ്റഗറിയിൽപ്പെട്ടവരുണ്ട്. ഇവർക്ക് നിങ്ങൾ അടയ്ക്കേണ്ടുന്ന ഫീസ് 250 രൂപ മാത്രമാണ്. 250 രൂപയും നിങ്ങൾക്ക് പൂർണ്ണമായും തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഈ പൈസ കിട്ടില്ല, ഇത് റീഫണ്ട് ആവില്ല, അത് റെയിൽവേയുടെ ഫണ്ടിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സാമിനേഷൻ എഴുതിയിരിക്കണം. ജോലി കിട്ടണം എന്നുള്ള ഒരു ബോധത്തിൽ തന്നെ എഴുതണം. ഇനി പൈസ കിട്ടണമെന്നെങ്കിലും കരുതി നിങ്ങൾ വെറുതെ തമാശയ്ക്ക് അപ്ലൈ ചെയ്യാൻ നിൽക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ ഫണ്ട് അല്ലെങ്കിൽ ആ പൈസ പോകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ രജിസ്റ്റേർഡായി എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പൈസ തിരിച്ച് കിട്ടുമെന്നത് ഉറപ്പുള്ളൊരു കാര്യം കൂടിയാണ്. ഇത്രയുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. ഇനിയായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീരില്ല എന്ന പൂർണ്ണ ബോധ്യമുണ്ട്. ഓരോ പോസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടും ഇതിന് വേണ്ടുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടും എങ്ങനെ അപേക്ഷിക്കണം, ഏത് രീതിയിൽ അപേക്ഷിക്കണം എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷനുമായിട്ട് ഏണസ്റ്റ് അക്കാഡമി വീണ്ടും വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സോണിൽ കയറി നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏതെങ്കിലും RRBയുടെ സോണിൽ കയറി നമുക്ക് ഏത് RRBയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ എടുത്ത് വെച്ച് വായിച്ചിട്ട് വ്യത്യസ്തങ്ങളായുള്ള തസ്തികൾ എവിടെയൊക്കെയാണ് കൂടുതലായിട്ടുള്ളതെന്നും നിങ്ങളുടെ പ്രിഫറൻസിന് പറ്റിയ തസ്തികൾ ഏതാണെന്നും ബോധ്യം വരുത്തിയ ശേഷം വേണം അപേക്ഷിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുവാൻ. അതിനുശേഷം അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായ ഒരു ധാരണയിൽ നമ്മൾ പ്രിഫറൻസ് കൊടുത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ടാസ്ക് നമ്മൾ വിജയിക്കുമെന്നുള്ളതാണ്. അത്യാവശ്യം യോഗ്യതയുള്ള നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട് മാച്ചാകുന്ന വേക്കൻസി ഉള്ള തസ്തികകളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടാനുള്ള സാധ്യത കൂടുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.